സ്വാഗതം ശർമ്മജി. നമസ്തേ. നമുക്ക് കത്ത് വന്നിരിക്കുന്നത് തിരുവല്ലയിൽ നിന്നാണ്. സനോജാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം കത്ത് അയച്ചിരിക്കുന്നത്, ഞാൻ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ. വിദേശത്ത് ഉപരിപഠനത്തിന് പരിശ്രമിച്ചു, പക്ഷെ നടന്നില്ല. വിദേശത്ത് കുറച്ച് നാൾ ഞാൻ ജോലി ചെയ്തു, അവിടെ തുടരാനും സാധിച്ചില്ല. ഇപ്പോൾ എനിക്ക് ജോലിയില്ല, വലിയ നിരാശയിലാണ് ഞാൻ. നാട്ടിലോ വിദേശത്തോ എവിടെയാണ് എനിക്ക് തൃപ്തികരമായ ഒരു ജോലി ലഭിക്കുക എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ചതുസ്സാഗരയോഗം, സാഗരയോഗം, ചതുസ്സാഗരയോഗം, അങ്ങനെ സാഗരയോഗം, വിസ്വാഗരയോഗം, ചതുസ്സാഗരയോഗം 4-ാം കടലിനക്കരെ, സപ്തസാഗരയോഗം 7-ാം കടലിനക്കരെ, സാഗരയോഗം കടൽ കടന്ന് അല്ലെ കടൽ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, കടലുമായി ബന്ധപ്പെട്ട് ഉള്ള ജീവിതങ്ങൾ ഒക്കെ ഈ ഗ്രഹനിലയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം വിദേശം യാത്ര, വിദേശ പഠനം, വിദേശ ഉപരിപഠനം, വിദേശ ജോലി, വിദേശ ശമ്പളം, വിദേശത്ത് തന്നെ വെച്ച് കണ്ടോ പരിചയമോ അല്ലെ വിദേശവുമായി ടൈപ്പുള്ള വിവാഹബന്ധം, വിദേശത്ത് ജോലി ചെയ്ത് ധനം ഉണ്ടായി അതിൽ നിന്ന് വസ്തു, വില്ല അല്ലെങ്കിൽ പാർപ്പിടം, വാഹനം, ഡെപ്പോസിറ്റുകൾ, ജീവിതോപാധിക്ക് വേണ്ട ധനം, സ്വരൂപണം, കനക, വേഷഭൂഷണാദികൾ, ഇതെല്ലാം അന്നേരം ജന്മരാജ്യം വെടിഞ്ഞിടും. ഉദ്യോഗം, പഠനം അന്യമാൻ രാജ്യത്ത് വെച്ചായിടും. ജനിച്ച രാജ്യത്ത് നിന്ന് മറുരാജ്യത്ത് പോയി പഠിത്തം, ജോലി, വരുമാനം, വിവാഹം ഇത്യാദികൾക്കുള്ള യോഗമാണ് ചതുസ്സാഗര യോഗം. അതല്ലെങ്കിൽ സമുദ്ര ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ബിസിനസ്സുകൾ ചെയ്ത് ഉള്ള ഉപജീവനം. ഏതായാലും സമുദ്രം മറികടക്കണം, അതായത് വിദേശം. ഏത് രാജ്യത്ത് താമസിക്കുന്നു അവിടെ നിന്ന് വിദേശം. എന്നാൽ ഇപ്പോഴത്തെ സമയം ഭരണി നാൾ ആയതുകൊണ്ട് വ്യാജഗ്രഹം, ആദ്യത്തെ 3-4-5 എപ്പിസോഡുകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കത്തിന് മറുപടി പറഞ്ഞ പോലെ വ്യാജഗ്രഹം 3-ാം ഭാവത്തിലും ഏഴരശനി കാലവുമാണ്. ഏഴരശനി തുടങ്ങി ഏഴരശനി അവസാനിക്കുന്നവർക്ക്, ശനി അനുകൂലമായി നിൽക്കുന്നവർക്ക് ജന്മരാജ്യം വിട്ട് ഫോറിൻ യാത്രകളും അതുകൊണ്ട് പ്രയോജനങ്ങളും ഉണ്ടാവും. അതായത് ജന്മനാടും ജന്മവീടും വിടുമെന്നുള്ളത് ഏഴരശനിയിൽ ഉറപ്പാണ്. അത് ഗുണകരമായി പര്യവസാനിപ്പിക്കുന്നതാണ് സാഗരയോഗം. ശനി ഗുണകരമായിട്ട് നിൽക്കുന്നു. ദോഷമായിട്ട് നിൽക്കുന്നവർക്ക് ആ ഏഴരശനി വീടും നാടും വിട്ട് ചിലപ്പം അലഞ്ഞെതിരിയേണ്ട യോഗങ്ങളുണ്ട്. ഏതായാലും ഏഴരശനിയിൽ ഗുണകരമായ ജാതകത്തിൽ ശനി നിൽക്കുന്നവർക്ക് വിദേശ യാത്രയും ജോലിയും വിദേശ ഭോജനവും വിദേശ ജീവിതവും വിദേശത്ത് നിന്ന് ധനം വെട്ടിടും, ധനം ഉണ്ടാവാനുള്ള യോഗങ്ങളും പറയുന്നു. ഏതായിരുന്നാലും വിദേശത്ത് പോകും. എന്നാൽ ഇപ്പോഴെന്താണ് പോകാത്തത്? തൊഴിൽ മേഖല, ആരോഗ്യമേഖല, പ്രയത്നിക്കുന്ന മേഖലകളിലെല്ലാം, അതുപോലെ കുടുംബം, പ്രതീക്ഷ, മോഹങ്ങൾ, പരിശ്രമഫലങ്ങൾ, ഇതെല്ലാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു പരീക്ഷണ കാലഘട്ടമാണ്. അതുപോലെ തന്നെ ജനപ്രാധാന്യം ഉള്ള മത്സരങ്ങൾ, രാഷ്ട്രീയം, സാമുദായികം, ഇങ്ങനെയുള്ളവർക്ക് 3-ൽ വ്യാഴം നിൽക്കുകയാണ് 2026 ജൂൺ 2-ാം തീയതി വരെ. അതായത് എല്ലാ ശുഭകർമ്മങ്ങളും മംഗളകർമ്മങ്ങളും ലക്ഷ്യവും പ്രതീക്ഷകളും സ്ലിപ്പ് ചെയ്ത് പോകും. നടക്കില്ലെന്നല്ല, സ്ലിപ്പ് ചെയ്യുക. നിൽക്കേണ്ടടുത്ത് നിൽക്കുന്നില്ല, തുടങ്ങേണ്ടടുത്ത് തുടങ്ങാനും പറ്റുന്നില്ല. പ്രതീക്ഷകൾക്ക് വിരുദ്ധമായോ പ്രതീക്ഷകൾക്ക് വഴിമാറിയോ ആ പ്രയത്നം പോകും. ചുരുക്കത്തിൽ ലക്ഷ്യം പിഴയ്ക്കുന്നു, വേറെ എവിടെയോ ചെന്ന് നിൽക്കും. അതാണല്ലോ സ്ലിപ്പ് ചെയ്യുന്നിടത്ത് വരുന്നത്. അടി പതകുന്നില്ല. എന്നാൽ ജാതക നിലയിൽ ശനി ദോഷകരമായി നിൽക്കുന്നവർക്ക് ഇപ്പോൾ ഈ സ്ലിപ്പ് ചെയ്യുന്നത് താഴെ പോകും. ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ, സർജറി ഇത്യാദികളും. വൈദ്യൻ, ഡോക്ടർ, വക്കീൽ, പോലീസ്, മാന്ത്രികന്മാർ, ജ്യോതിഷികൾ, സന്യാസിമാർ, പുരോഹിതന്മാർ, മന്ത്രി, തന്ത്രി, ഇങ്ങനെയുള്ളവരുമായിട്ടും മധ്യസ്ഥന്മാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കേണ്ട കാലവും യാചനകൾ
എന്തിനെങ്കിലും വേണ്ടി വീടാന്തരോ വ്യക്തികളെയോ എനിക്ക് തരണമേ, അല്ലേ എനിക്ക് തരുമോ, എനിക്ക് തന്നാലും എന്നൊക്കെ യാചിക്കേണ്ട. ഇലക്ഷൻ സമയത്തൊക്കെ ഇപ്പം നിൽക്കുന്ന ഒരു പോയി യാചിക്കുകയാണ്. നിസ്സാരന്മാരുടെയൊക്കെ പോലും പോയിട്ട് എനിക്കൊരു വോട്ട് തരുമോ, അത് യാചനയാണ്. കാരണം ജാതകം നില നല്ല രാജയോഗമുണ്ട്, പക്ഷേ യാചിക്കേണ്ട സമയമാണ് വോട്ടിന് വേണ്ടി യാചിക്കുക. അപ്പം എത്രയെല്ലാം പണം ഉണ്ടെങ്കിലും യാചിക്കേണ്ട സമയമാണ് അശ്വതി, ഭരണി, കാർത്തിക. ചിലർക്കത് ഗുണകരമായിട്ട് നിൽക്കുന്നവരുണ്ട്. അവർക്ക് യാചിക്കേണ്ടി വരികയില്ല. അവർക്ക് പാസ്പോർട്ടും വിസയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് എൻ്റെ പേപ്പർ ശരിയായോ, നാളെ തരുമോ മറ്റന്നാൾ തരുമോ, ഇങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങൾ. 2026 ജൂൺ 2 വരെ സമയം മോശമാണ്. സ്ലിപ്പ് ചെയ്ത് കാര്യങ്ങൾ പോവും. അതായത് സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും മിത്രങ്ങൾക്കും ഒക്കെ ആയിട്ട് അപകടമോ ദുഃഖമോ വിരഹമോ അതുമൊക്കെ വരേണ്ട കാലഘട്ടം. സമൂഹത്തിൽ നമ്മുടെ ശ്രദ്ധകൾ വേണ്ടി വരും, എന്നാൽ പോകാൻ നിവൃത്തിയില്ലാതെയും വരും. ലജ്ജ കൊണ്ടോ മടി കൊണ്ടോ മന്ദത കൊണ്ടോ ഭയം കൊണ്ടോ സമൂഹ മധ്യത്തിൽ ഇറങ്ങാൻ ഒരു മന്ദത വരുന്ന കാലഘട്ടമാണ് മേടരാശിക്കാർക്ക്. 2026 ജൂൺ മാസം 2 മുതൽ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളും എല്ലാം ശരിയാവും. എല്ലാം സ്ലിപ്പ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പിടിക്കുന്നത് 2-3 മാസം കഴിഞ്ഞിട്ടേ നടക്കത്തുള്ളൂ. ലക്ഷ്യങ്ങൾ വഴിതെറ്റി മാറാനും സഹായികൾ അസ്ഥാനത്താവാനും സഹകരിക്കുന്നവരും നമ്മളെ ഉയർത്താൻ ആയിട്ട് നിൽക്കുന്നവരും പ്രതീക്ഷിക്കുന്നവരും വഴിമാറിപ്പോവുകയോ അവർക്ക് രക്ഷപ്പെടുത്താൻ തൽസമയത്ത് നമ്മളെ സാധിക്കാതെ വരികയോ മറ്റൊരു രക്ഷാസഹായം നമുക്ക് വേണ്ടി വരികയോ ചെയ്യും. കയ്യിലിരിക്കുന്ന ഊന്നുവടി കയ്യിൽ നിന്ന് പോവും, പകരം വേറൊരു വടി കിട്ടും. ഇതാണ് ഈ രാശിക്കാർക്കുള്ള ഫലം. ഉദ്ദേശിക്കുന്ന വിദേശയാത്രയായിരിക്കണം എന്നില്ല, ഉദ്ദേശിക്കുന്ന കമ്പനിയോ ജോലിയോ ആയിരിക്കണമെന്നുമില്ല. പക്ഷേ വിദേശത്ത് പോകും. ജാതക നിലയിൽ സാഗരയോഗമുണ്ട്. ഇതിന് പ്രകാരം ശനിപ്രീതി, വ്യാഴപ്രീതി എന്നിവ അതിൻ്റെ വിധിപ്രകാരം ചെയ്യുക. അതെപ്രകാരം വേണമെന്നുള്ളത് നേരിൽ ബന്ധപ്പെടുക, വിശദമായി പറഞ്ഞു തരുന്നതാണ്.